ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കർണാടകയിലെ ജെ.ഡി.എസ് സ്ഥാനാർത്ഥികളുടെ പോസ്റ്ററുകളിലെല്ലാം കേരളത്തിലെ വൈദ്യുതി മന്ത്രി കൂടിയായിട്ടുള്ള ജെ.ഡി.എസ് നേതാവ് കെ കൃഷ്ണൻകുട്ടിൻ്റെയും അതുപോലെ തന്നെ ജെ.ഡി.എസ് നേതാവ് മാത്യു ടി തോമസിൻ്റെയും എല്ലാം ചിത്രങ്ങൾ വ്യാപകമായി ഉപയോഗിക്കുകയാണ്. ഇപ്പോൾ ഇതിൽ കോൺഗ്രസ് ഉൾപ്പെടെ വലിയ രീതിയിൽ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. ബി.ജെ.പിയും അതുപോലെ തന്നെ CPM-ഉം തമ്മിലുള്ളൊരു ബന്ധത്തിൻ്റെ പാലമാണ് ജെ.ഡി.എസ് എന്ന ഒരു ആരോപണം വീണ്ടും ശക്തമായി ഉയർത്തിക്കൊണ്ടുവരികയാണ് കോൺഗ്രസ്. ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ മന്ത്രി കെ കൃഷ്ണൻകുട്ടി തന്നെ നമ്മളോട് പ്രതികരിക്കുകയാണ്. ഇത്തരത്തിലൊരു പോസ്റ്റർ വ്യാപകമായി പ്രചരിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അവർ ജെ.ഡി.എസും മറ്റേ ബി.ജെ.പിയുമായി ബന്ധമുണ്ടെന്ന് അന്ന് തന്നെ ഞങ്ങളുടെ സ്റ്റേറ്റ് കമ്മിറ്റി കൂടി തീരുമാനമെടുത്തു. ഞങ്ങളവരായിട്ട് യാതൊരു ബന്ധവുമില്ലെന്ന്. ഇപ്പോൾ ഇവിടെ കോൺഗ്രസ് അങ്ങനെ കേരള കോൺഗ്രസ്സൊക്കെ ആയിട്ട് പല രീതിയിൽ പോയിട്ടുണ്ടല്ലോ. അതുപോലെ ഞങ്ങൾ സ്റ്റേറ്റ് പാർട്ടിയായിട്ട് നിൽക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. എന്നിട്ട് ഇത് കഴിഞ്ഞ ഇലക്ഷൻ കഴിഞ്ഞ ശേഷം സമാനമായി ഗാന്ധിയും ലോഹിയുടെ ആശയങ്ങൾ പൊരുത്തുള്ളവരുമായിട്ട് ഒരു യോജിപ്പുണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കും. ഇപ്പോൾ ദേവഗൗഡാജിൻ്റെ പാർട്ടിയായിട്ട് യാതൊരു ബന്ധവുമില്ല. അവരിപ്പോൾ മിനിസ്റ്ററിൻ്റെയും അതുപോലെ തന്നെ മാത്യു ടി തോമസിൻ്റെ ചിത്രം ഉപയോഗിക്കുകയാണ്. അപ്പോൾ ഗാന്ധിൻ്റെ ചിത്രം ഉപയോഗിക്കുകയാണെങ്കിൽ ആർക്കെങ്കിലും എന്തെങ്കിലും പറയാൻ പറ്റുമോ? ഒരു ഓട്ടത്തിൽ ആരെങ്കിലും ഗാന്ധിൻ്റെ ചിത്രം വെച്ചാൽ നമുക്ക് പറയാൻ പറ്റും, അത്രയേ ഉള്ളൂ. മനസ്സിലായില്ല, ഞങ്ങളതിലില്ല. ഞങ്ങൾ അവരുമായിട്ടുള്ള എല്ലാ ബന്ധവും അവസാനിപ്പിച്ചു. എന്നാലും കേരളത്തിൽ പാർട്ടി ഒരു സ്വതന്ത്ര നിലപാടുമായി മുന്നോട്ട് സ്വതന്ത്ര ഞങ്ങളുടെ പാർട്ടി സ്റ്റേറ്റ് കമ്മിറ്റി കൂടി തീരുമാനമെടുത്തു. വളരെ വ്യക്തമായ തീരുമാനമെടുത്തല്ലോ. പിന്നെന്താ, പാലക്കാട്ടെ MP ഉൾപ്പെടെ ഒരു ഘട്ടത്തിൽ പറഞ്ഞത് CPM-ൻ്റെയും അതുപോലെ തന്നെ BJP-ൻ്റെ ഇടയിലെ പാലമായി വീണ്ടും ജെ.ഡി.എസ് പ്രവർത്തിക്കുന്നതാണ്. അത് ഞങ്ങൾ പാലമല്ല, ഞങ്ങളെ BJP-നെ എതിർക്കുന്ന പോലെ വേറെ ആരും എതിർക്കുന്നില്ല. ഞങ്ങൾ BJP-ൻ്റെ സാമ്പത്തിക നയത്തിനെക്കുറിച്ചും എല്ലാം ഞങ്ങളാണ് കൂടുതലായിട്ട് എതിർത്തത്. അവർക്ക് സ്റ്റേറ്റ് ബാങ്കിന് ഉപയോഗിച്ചുകൊണ്ടുള്ള ലോണും അതിൽ അഴിമതിയും കടം വിട്ടുകൊടുത്തതൊക്കെ ഏറ്റവും നന്നായിട്ട് പറയുന്നത് ഞങ്ങളാണ്. മനസ്സിലായില്ലേ? BJP-നെ ഏറ്റവും ശക്തമായി എതിർക്കണം. ഞങ്ങൾ ഗാന്ധി ലോഹിയുടെ അനുയായികളാണ്. അവരുടെ ആശയത്തിൻ്റെ ഇതിൽ നിന്നിട്ടേ നമുക്ക് നിൽക്കാൻ പറ്റില്ല. ഞങ്ങൾക്ക് ഒരിക്കലും BJP ആകാൻ സാധ്യമേ അല്ല. പോസ്റ്ററിൽ ചിത്രം ഉപയോഗിച്ച വിവാദങ്ങളെല്ലാം തള്ളിക്കളയണം ജനം. അത് തള്ളിക്കളയും. അത് ആരുടെയെങ്കിലും ഫോട്ടോ ഒക്കെ വെക്കാലോ. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ യാതൊരു സമ്മതമില്ല. ഞങ്ങളതിൻ്റെ അവരെ ബന്ധമായി വിച്ഛേദിച്ചു പറഞ്ഞ് ഞങ്ങൾ അവരെ തന്നെ അറിയിച്ചിട്ടുണ്ട്. എന്നാലും ആ ഒരു ബന്ധം ഇനി തുടരില്ല എന്നൊരു കാര്യം തന്നെയാണ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി വീണ്ടും വ്യക്തമാക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് വിനു സിക്കൊപ്പം റിപ്പോർട്ടർ ഇക്ബാൽ അർക്കലീൻ, റിപ്പോർട്ടർ പാലക്കാട്.